ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് 2024 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ 3 നിയമങ്ങളായ ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, തെളിവ് നിയമം എന്നിവ മാറ്റി പകരം പുതിയ നിയമങ്ങളാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്. ഈ പുതിയ നിയമങ്ങളെ യഥാക്രമം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നാണ് വിളിക്കുന്നത്. ഈ 3 നിയമങ്ങളും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ക്രിമിനൽ നിയമവ്യവസ്ഥയെ മാറ്റി സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ഒന്നാമത്തേതായ ഭാരതീയ ന്യായ സംഹിത IPCയുടെ പുതിയ രൂപമാണ്, അഥവാ BNS. ഈ പുതിയ നിയമം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇതിൽ രണ്ടാമത്തെ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS. ഈ BNSS ക്രിമിനൽ നടപടിക്രമ കോഡിന് പകരമാകും. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് പോലീസ് സംവിധാനത്തിന് കൂടുതൽ അധികാരം നൽകിയിരിക്കുന്നു എന്നതാണ്. പഴയ നിയമപ്രകാരം തിരിച്ചറിയാവുന്ന കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്ട്രേഷൻ ആദ്യ ഘട്ടങ്ങളിലൊന്നായിരുന്നു. വാണിജ്യ തർക്കങ്ങൾ, വിവാഹ തർക്കങ്ങൾ തുടങ്ങിയ പോലെയുള്ള കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ പ്രാഥമിക അന്വേഷണത്തിന് ചില ഒഴിവാക്കലുകൾ നൽകിയിരുന്നു. എന്നാൽ പുതിയ നിയമം നിയമപരമായ ആവശ്യകതകൾ വ്യക്തമാക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രഥമ ദൃഷ്ട്യാ കേസുകൾ ഉണ്ടാകുമോ എന്ന് നിർണ്ണയിക്കാൻ പോലീസ് ആദ്യം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തണം. മൂന്നാമത്തെ നിയമമായ ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ BSA മൂന്നാമത്തെ പുതിയ നിയമമാണിത്. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി അറിയപ്പെടുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം അടിസ്ഥാനപരമായി പുതിയ എവിഡൻസ് ആക്ട് കൊണ്ടുവരിക എന്നതാണ് ഈ ആശയം. അതായത് കോടതി പ്രക്രിയയെ ആധുനികവൽക്കരിക്കുകയും കാര്യക്ഷമമാക്കുകയും തെളിവുകൾ നയിക്കുന്ന രീതിയും കൂടുതൽ ഡിജിറ്റൽ വാക്കാലുള്ള തെളിവുകൾ കൊണ്ടുവരികയും കോടതി നടപടികളിൽ സ്വീകാര്യമായ തെളിവായി ഇതിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലുള്ള ആശയം. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ചില നിർവചനങ്ങൾ പുതിയ നിയമത്തിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ എന്ന വാക്ക് ഒഴിവാക്കുകയും അവിടെ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിലധികം ആളുകളുടെ വിചാരണയിൽ പ്രതികളിൽ ഒരാൾ ഒളിച്ചോടിയോ അല്ലെങ്കിൽ സെക്ഷൻ 82 പ്രകാരം പുറപ്പെടുവിച്ച പ്രഖ്യാപനം പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ ഹാജരാകാതെ തന്നെ വിചാരണ തുടരാം. പുതിയ നിയമത്തിന്റെ ഉദ്ദേശത്തിനായി ഇതൊരു സംയുക്ത വിചാരണയായി കണക്കാക്കും. അതുപോലെ തന്നെ തെളിവുകളുടെ റെക്കോർഡിങ്ങിനായി ഓഡിയോ റെക്കോർഡിങ്ങുകളും വീഡിയോ റെക്കോർഡിങ്ങുകളും മറ്റ് റെക്കോർഡിങ്ങുകളും ഉൾപ്പെടുത്താം. എന്നാൽ രാജ്യത്തിലെ 80% കോടതി സംവിധാനങ്ങളിലും ഡിജിറ്റൽ നിയമപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. അതിനാൽ തന്നെ ഈ പുതിയ നിയമങ്ങളും ഹാജരാകാതെയുള്ള വിചാരണ പോലുള്ള നടപടിക്രമങ്ങളും നടപ്പിലാക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.